ഹായ് ഗൈസ്, ഇപ്പോൾ ഞാനൊരു ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ക്യാമറ. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും. DJയുടെ ഓസ്മോ നാനോ. കിടിലൻ സാധനം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആക്ഷൻ 4, ആക്ഷൻ 5, ആക്ഷൻ 6 ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വാങ്ങണമെന്ന്. പക്ഷേ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ പോയി. കാരണം എന്താണെന്ന് കൂടി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ ഡോക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോക്കല്ല, ക്യാമറ അതേ ക്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതേ ക്യാമറ അതേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് ആണ്. എനിക്ക് എന്താണ് റെക്കോർഡ് ചെയ്യണേന്ന് ഇതിൽ കാണാം. എന്താണ് ഇതിനകത്ത് കറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഇത് കണ്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസിൻ്റെ ഇങ്ങനെ ഇരിക്കും ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ. ഡോക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇതേ കൈരത്തോട്ടത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. കൈരത്തോട്ടം മീൻസ് പൈനാപ്പിൾ കൃഷിയുടെ. ഞാനിപ്പോഴും ഇതേ ഡോക്ക് ഉപയോഗിച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് കാണാൻ കഴിയും. ഇതുണ്ടോ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന വിഷ്വലൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. ഇതേ നമ്മുടെ വണ്ടി കിടക്കണം നോക്കി, എവിടെ കിടക്കണം നോക്കി. നല്ല കിടില സ്ഥലത്താണ് കേട്ടോ. കാണിച്ചു തരാം, ദൂരം നിന്ന് കാണിച്ചു തരാം. ഇവിടെ രസം കണ്ടോ. ശരിക്കും നോക്കിയാൽ നമ്മൾ മൂന്നാറൊക്കെ പോലില്ലേ കാണാൻ. നല്ല നാച്ചർ ബ്യൂട്ടി അല്ലേ, നല്ല രസമല്ലേ. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, നല്ല കിടിലൻ പ്ലേസ്. പ്രത്യേകിച്ച് ഇപ്പോൾ 6 മണിയാണ് സമയം. ഞാൻ എന്നും നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ഈ ക്യാമറ വരട്ടെ, വന്നിട്ട് ഇനി എടുത്തിട്ട് സെറ്റപ്പ് ആക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ക്യാമറ വന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ല കിടിലൻ ഷോട്ടുകളൊക്കെ എടുക്കാം. അതുകൊണ്ട് അവിടെ തന്നെ സൂര്യനെ ഉദിച്ച് വരാൻ നിൽക്കുക കേട്ടോ. ഇതിനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഉള്ളൊരു വിഷ്വൽ നമുക്ക് തുമ്പിച്ചാൽ ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ പോയാലും കിട്ടും. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ കിടിലനായിരിക്കും. പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ക് ഇവിടെ തന്നെ ഓണായിരുന്നോട്ടെ. അല്ല, ഡോക്ക് ഞാൻ ഓണാക്കണമെന്നില്ല പറയും പോലെ. 2 ചാർജ് ഉണ്ട്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ചാർജ് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള തുമ്പിച്ചാൽ ചിറയുണ്ടേ കാണുന്നത്. ഞാൻ ഒരുവിധം കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു വീഡിയോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓഫ് ആവണ വരെ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ എത്ര മിനിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും നോക്കാം. സാധാരണ ഇതിനകത്ത് അവർ പറയണത് 4Kയിൽ 90 മിനിറ്റോളം, ഈ ഒരു ക്യാമറ മാത്രമായിട്ട് 90 മിനിറ്റും അതുപോലെ തന്നെ ഇതൊക്കെ കൂടി ചേർത്തിട്ട് 200 മിനിറ്റും കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് നോക്കാൻ പറ്റുമെന്നൊക്കെ കണ്ടറിയാം. ഇത് കണ്ട ഗൈസ്, ഏകദേശം ഒരു 58% ചാർജ് ആയപ്പോൾ ഞാൻ നൈസായിട്ട് മറ്റേ ഡോക്കുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇതേ ഇവിടെ കുത്തി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മറ്റേത് നമ്മൾ GoPro ഒക്കെ ആണെങ്കിൽ അത് ചാർജ് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ കണക്ട് വേറെ ഇതാക്കി ചാർജ് ഇതാക്കി, അല്ലെങ്കിൽ 2-3 ബാറ്ററി ഒക്കെ വേണ്ടി വരും. ഇത് നോക്കി, ഇതിൽ നമ്മൾ ഈ ഒരു ഡോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചാർജും കയറിക്കൊണ്ടിരിക്കും, അതേപോലെ നമുക്ക് റെക്കോർഡും ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ടിൻ്റെയും ചാർജിങ് ഇങ്ങനെ കയറണതും കറിയണതൊക്കെ കാണാൻ പറ്റും. ഡോക്കിലിപ്പോൾ 69% ചാർജ് ഉണ്ട്. ക്യാമറയിൽ ഇപ്പോൾ 65% ചാർജ് ഉണ്ട്. അല്ല, അപ്പോൾ 66ആയി. അതിങ്ങനെ ചാർജ് ചെയ്യാൻ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതിലാണ് വ്ളോഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡോക്കൊക്കെ ഞാൻ നോക്കിയിട്ട്, നമുക്ക് ഡോക്കിലെ സ്ക്രീന് നോക്കിയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് പോകാനായിട്ട് കഴിയും. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 1080p റെക്കോർഡാവുന്നത്. അപ്പം നമുക്കിനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോവാം. ഞാൻ ആദ്യം DJയുടെ ആക്ഷൻ 4 അല്ലെങ്കിൽ ആക്ഷൻ 5 ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് നമ്മളിങ്ങനെ ഒരു ക്രൗഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഫൂട്ടേജ് എടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴേ അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നൂല. എല്ലാ ക്രൗഡിൻ്റെ മുമ്പിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഫൂട്ടേജൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാവുമ്പോൾ ക്യാമറ നമ്മൾ യൂസ് ചെയ്യണ്ടോയെന്ന് പോലും നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല രീതിയിൽ ഉപയോഗിച്ച് നടക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനം എടുത്തത്. പിന്നെ ആക്ഷൻ 4ലും 5ലൊക്കെ വരുന്ന സെയിം സെൻസറാണ് ഇതിലും വരുന്നത്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് വലിപ്പത്തിലും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ
അപ്പോൾ എന്തുകൊണ്ടും ഇതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ഈ ഡോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ പരിപാടിയും അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതെ, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. മാത്രമല്ല നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ കാറിൻ്റെ ആ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് പോണത്. അതേപോലെ തന്നെ ഹാറ്റിൽ യൂസ് ചെയ്യാം, അതായത് തൊപ്പിയിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെസ്റ്റിൽ ബൈക്ക് ഓടിക്കണമെങ്കിൽ ചെസ്റ്റ് മൗണ്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. മറ്റേ ഗോപ്രോയും അതേപോലെ തന്നെ ആക്ഷൻ 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ അവർ പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യും. അത് ചിലർക്ക് അങ്ങനെ, അതിപ്പോൾ നമ്മളൊരു വ്ളോഗർ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. പിന്നെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ആ ഒരു അബദ്ധം പറ്റി. അതായത് എടുക്കുമ്പോൾ നിങ്ങൾ 64 GB, അതായത് 64 GB എടുക്കാണ്ട് പകരം 128 GB എടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പം എനിക്കിപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ, ഞാനിപ്പോൾ നേരത്തെ വണ്ടി ഓടിച്ചിങ്ങനെ വരുന്നതൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് 4K 60 FPS എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 64 GB എടുക്കുമ്പോൾ ഏകദേശം 48-40 GB മാത്രമാണ് ഇന്റേണൽ സ്റ്റോറേജ് കിട്ടുക. ഞാൻ അതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 128 GB എടുക്കുക ഓൾറെഡി. പിന്നെ നമ്മൾ അതായത് വേറെ എക്സ്ട്രാ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ അതേ 4Kയിലല്ല ഷൂട്ട് ചെയ്യുന്നത്, 1080pയിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായി, പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായി. ഞാൻ അത് ആദ്യം കണ്ടിന്യൂസ് ആയിട്ടൊന്നും എടുക്കേണ്ടി വരില്ല, ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എടുത്തു തുടങ്ങിയപ്പോൾ ഇതിൽ തന്നെ ഷൂട്ട് ചെയ്ത് പോകാനായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം നല്ല ഈസിയാണ്. ഐഫോൺ ഉണ്ടായിട്ടും ഞാൻ ഐഫോണിൽ എന്താ പറയുക, ഐഫോൺ ആണെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ പിടിച്ച് നടക്കണ്ടേ. ഇതില്ലല്ലോ. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ പോയാൽ മതി, ചുമ്മാ അങ്ങനെ പറയുക, എന്നിട്ട് ലാസ്റ്റ് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു ഗുണം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ എടുക്കണവർ 128 GB എടുക്കുക. അത് ഏകദേശം ഒരു 30ൻ്റെ മുകളിലേക്ക് പോവും. എന്നാലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ, ഞാൻ ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 256 GB മെമ്മറി കാർഡിനൊക്കെ ഏകദേശം ഒറിജിനൽ സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോഴേ ഏകദേശം 6000-5000 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, മറ്റേത് അതായത് 64 GB എടുക്കുന്നതിന് പകരം 128 GB എടുത്താൽ മതിയായിരുന്നൊരു തോന്നൽ വന്നു ഗൈസ്. GB എടുത്താൽ മതിയായിരുന്നു എന്നൊരു തോന്നല്. ഇപ്പതേ 1080pയിൽ റെക്കോർഡ് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ് 4Kയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഫൂട്ടേജ് ആണെന്നുണ്ടെങ്കിൽ 4Kയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ലോങ് ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ 128 GB തന്നെ എടുത്തോട്ടാ. ഞാൻ ഇത് 64 GB പ്രിഫർ ചെയ്യില്ല. പിന്നെ നിങ്ങൾ മെമ്മറി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് സാധാരണ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇതിന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉള്ള മെമ്മറി കാർഡ് തന്നെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഫൂട്ടേജൊക്കെ പണിയാവും. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് കറക്റ്റായിട്ട് അറിയുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതിപ്പോൾ യൂസ് ചെയ്ത് 2 ദിവസത്തെ റിവ്യൂ ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ പുതിയതായിട്ട് വന്നുള്ളൊരു പ്രൊഡക്റ്റ് അല്ലേ. പുതിയതായിട്ടല്ല, കുറച്ച് നാളായി. പക്ഷേ ഞാനിത് പുതിയതായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഗോപ്രോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഗോപ്രോ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ സ്വർഗം. ഗോപ്രോ വെച്ച് നോക്കുമ്പോഴേ സ്വർഗം എന്ന് പറയില്ല നമ്മൾ, സ്വർഗം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എടുക്കുന്നവരെടുത്തോ ധൈര്യമായിട്ട്. കാരണം DJയുടെ പ്രൊഡക്ട്സ് ഒക്കെ നല്ല കിടിലൻ പ്രൊഡക്ട്സ് ആണ്. പിന്നെ സർവീസിൻ്റെ കാര്യമൊന്നും
എനിക്ക് വലിയ പിടിയില്ല കേട്ടോ സർവീസിൻ്റെ കാര്യം. ഗോപ്രോ ആണെന്നുണ്ടെങ്കിലും ഗോപ്രോ മേടിച്ചിട്ട് ഇപ്പോഴും ഞാനത് കൊടുക്കുക ചെയ്തു. ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ തന്നെ എടുത്തത്, അവരിപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അതേപോലൊക്കെ തന്നെയാണ് DJയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എല്ലാം. അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട, കുറേ നാൾ സുഖമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഷോട്ടുകൾ എടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ റീലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനം ഉണ്ടാകും. പിന്നെ ഇതിൽ ഫോട്ടോ എടുക്കുന്നത് കിടിലനാട്ടാ, അയ്യോ ഒരു രക്ഷയില്ല. പിന്നെ അതേമാതിരി ഗോപ്രോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫുട്ടേജൊക്കെ ഒരുമാതിരി ആയിരിക്കും, അതായത് ഒരുമാതിരി മഞ്ഞച്ചും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഒക്കെ കൂടി എന്തോ ഒരു പോലെ ആയിരിക്കും. നമ്മുടെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഭ്രാന്ത് പിടിക്കും, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നും. പിന്നെ ആ ഒരു ഫുട്ടേജ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്കറിയാലോ ഡീലോഗ് 10 ബിറ്റ് ഡീലോഗിൻ്റെ പരിപാടിയും കളർ ഗ്രേഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഓപ്ഷൻസ് വരെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ വേറെ ലെവൽ സാധനമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതേ എടുക്കും. ഗോപ്രോയ്ക്കൊന്നും ഒരിക്കലും പോകില്ല ആരും. ഗോപ്രോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നടിഞ്ഞ് അവർ കാര്യമായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പക്ഷെ ഇവരങ്ങനെയല്ല കേട്ടാ, DJയിൽ ഭയങ്കര മാറ്റങ്ങളാണ്. ആദ്യം വന്ന DJ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഫ്ലിപ്കാർട്ടിലൊക്കെ അതിൽ ഏകദേശം 10,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ആക്ഷൻ 3 ആണോ 2 ആണോ ആക്ഷൻ 1 അങ്ങണ്ട്. അന്ന് ആ സമയത്തൊന്നും ആർക്കും അറിയില്ല. ഏതൊക്കെ 2-3 വ്ളോഗേഴ്സൊക്കെ മലയാളത്തിൽ അത് മേടിച്ചിട്ട് വീഡിയോ കിട്ടിയിരുന്നു ആ ടൈമിലിട്ടാ. ആ ടൈമിൽ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് 10 രൂപ കണ്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഗോപ്രോയ്ക്ക് ഒട്ടും, അതായത് നമുക്കറിയാമല്ലോ ഇൻഡോറൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചായിരിക്കും. വലിയ എന്താ പറയുക, ഒരു തെളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇരുട്ടത്ത് കയറിയ പോലെ ഇൻഡോറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ, അതേപോലെ രാത്രി എടുക്കുകയാണെങ്കിലും. പക്ഷെ ആ സമയത്ത് പോലും ആക്ഷൻ 1 കണ്ടായിരുന്നത് അത് വെറും ആക്ഷൻ ആയിരുന്നു എന്നറിയില്ല, DJയുടെ തന്നെ. അത് ഒടുക്കത്തെ ക്ലാരിറ്റി ആയിരുന്നു. ക്ലാരിറ്റി മാത്രമല്ല, പിന്നെ ഇതും എന്താ പറയുക, ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ നല്ല കിടിലനായിരുന്നു കാണാനായിട്ട് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോപ്രോ പിന്നെ തകർന്നടിയാണ്ടിരിക്കുമോ. പിന്നെ അതിലെന്തൊക്കെ ഹീറ്റിങ്ങിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു DJയുടെ, അവരതൊക്കെ പരിഹരിച്ച് അത് കഴിഞ്ഞിട്ട് ആക്ഷൻ 2 ഇറങ്ങി. ആക്ഷൻ 2 ഇറങ്ങിയപ്പോഴും ഇതേപോലെ ആയിരുന്നു, ഈ ഡോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു. അതും ഇതേപോലെ ഹീറ്റിങ് എന്തൊക്കെ വന്ന് അത് നിർത്തി. പിന്നീട് അവർ ആക്ഷൻ 3 വന്ന് 4 വന്ന് 3 വന്നോട് കൂടിയിട്ട് ഗോപ്രോൻ്റെ കാര്യം തീരുമാനമായി. ഒരു രക്ഷയില്ലാത്ത ഫൂട്ടേജും അതേപോലെ തന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ നമ്മൾ എടുക്കുന്ന ഫൂട്ടേജ് 4K 60 FPS എടുക്കുന്ന ഫൂട്ടേജ് ഐഫോൺ ഫൂട്ടേജൊക്കെ പോലെയാണ് തോന്നുന്നത്. മറ്റേത് ഗോപ്രോയിൽ എടുക്കുന്നത് ഐഫോണിൽ എടുത്തെന്ന് വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസം ഉണ്ടാവും. ഇത് ആ ഒരു എന്താ പറയുക, ഐഫോൺ ഫൂട്ടേജിൻ്റെ ഒക്കെ ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നൊക്കെ പോലെ നമുക്ക് തോന്നും. അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒന്നും പറയുന്നില്ല, അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അറിയുന്നവർക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ, നമ്മൾ ഐഫോൺ ഫൂട്ടേജ് എടുക്കുന്ന ആളെ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വാതാരാതെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ റെക്കോർഡായിട്ടുണ്ടോ എന്ന് തമ്പുരാൻ അറിയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 128 GB എടുക്കുക. പിന്നെ ചെറിയ യൂസൊക്കെ ആണെങ്കിൽ 64 GB മതി കിട്ടാം. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ റെക്കോർഡായിട്ടും ചാർജ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചാർജ് കഴിയില്ലല്ലോ, ഡോക്കുമായിട്ട് കണക്ട് ചെയ്തേക്കല്ലേ. നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തോന്നതിന് പറയാ, ഇന്റേണൽ സ്റ്റോറേജ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ 1080p എടുക്കുകയാണെങ്കിൽ. അപ്പോൾ 1080p എടുക്കുകയാണെങ്കിൽ 64 GB മതി. 4K നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റേ സാധനം വേണം. ഏത് 128 GB എങ്കിലും മിനിമം വേണം. അല്ലെങ്കിൽ ഈ ഡോക്കുമായിട്ട് നമ്മളിപ്പോൾ മെമ്മറി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഡോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ചെറിയൊരു വ്ലോഗ് പോലെ എടുക്കാൻ വേണ്ടി, ഏതാണ് ഒടുക്കത്തെ കുഴി. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം.
മലയാളത്തിൽ ഞാൻ അധികം വീഡിയോസ് കണ്ടില്ല ഇതിനെ പറ്റിയിട്ട്. മിക്ക ആൾക്കാരുടെ കയ്യിലും നമ്മുടെ ആക്ഷൻ 3, ആക്ഷൻ 4, ആക്ഷൻ 5 ഒക്കെ, പിന്നെ ഐഫോൺ ആയിരിക്കും മിക്കവരും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് അധികാരം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോണോ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഫൂട്ടേജ് എടുക്കാനായിട്ട് ഭയങ്കര രസമാണ്. നമുക്ക് ആരുടെയും സഹായം വേണ്ട, അത് രസം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.